നമസ്കാരം. വൈഖരിയുടെ ചിന്താപ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്തിടെ ജപ്പാനീസ് മക്കാക്കു വർഗത്തിൽപ്പെട്ട പഞ്ച് എന്ന കുരങ്ങിനെക്കുറിച്ച് ധാരാളമായി മീഡിയകളിൽ നാം ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അമ്മയാൽ ഉപേക്ഷിക്കപ്പെട്ട് ഒരു കുരങ്ങിൻ്റെ ബൊമ്മയുമായി അതിൽ അമ്മയുടെ സ്നേഹത്തിൻ്റെ അഭയം കണ്ടെത്തിയ ഒരു കൊച്ചുകുരങ്ങ്. അമ്മയാൽ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട് അനാഥമാകുന്ന ബാല്യങ്ങൾ നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും. മഹാഭാരതത്തിലെ ഒരു കഥാപാത്രത്തിൻ്റെ കഥയുമായി ചേർത്ത് വെക്കാനാണ് ഞാൻ ഇതിനെ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഗാന്ധാരി മാതാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ധൃതരാഷ്ട്രരുടെ ധർമ്മപത്നിയാണ് ഗാന്ധാരി. തൻ്റെ ഭർത്താവ് അന്ധൻ എന്ന് കരുതി തനിക്കും ഈ ലോകത്തെ വർണ്ണാഭമായ കാഴ്ചകളൊന്നും കാണണ്ട എന്ന് കരുതി സ്വയം കണ്ണുകെട്ടി ഇരുട്ടാക്കിയവൾ. ഭാരതം അവളെ പതിവ്രതയായി ഉദ്ഘോഷിച്ചു. പക്ഷേ നല്ലൊരു ഭാര്യയായിരിക്കുമ്പോഴും നല്ലൊരു സഹധർമ്മിണിയായിരിക്കുമ്പോഴും അവൾ നല്ലൊരു അമ്മയല്ലാതെ മാതാവല്ലാതെയായി മാറുകയായിരുന്നു സ്വയം. 100 പുത്രന്മാരുണ്ടായിരുന്നു ഒരു പുത്രിയും. പക്ഷേ ദുഷ്ടരും ദുരാഗ്രഹികളുമായ അവർ മഹാഭാരത യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. തൻ്റെ മക്കളുടെ മൃതശരീരം കാണുവാൻ വേണ്ടി കൃഷ്ണനും കൂട്ടുകാരുമൊത്ത് യുദ്ധരംഗത്തിലേക്ക് പോയി. കണ്ണുകളുടെ കെട്ടുകളഴിച്ചു. യുദ്ധഭൂമി മുഴുവൻ വീക്ഷിച്ചു. ക്രൂരമായി മരണം വരിച്ച തങ്ങളുടെ മക്കളുടെ മൃതദേഹം നെഞ്ചോട് ചേർത്ത് പിടിച്ച് അമ്മ കരഞ്ഞു. ആ ഓരോ കരച്ചിലിലും അമ്മ കൃഷ്ണനെ വൃഥ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. നീ കാരണമാണ് കൃഷ്ണ ഈ യുദ്ധമുണ്ടായത്, എൻ്റെ മക്കളെ മുഴുവൻ കൊല്ലിച്ചത് നീയാണ് എന്നർത്ഥത്തിൽ. കൃഷ്ണൻ ഒന്നും ഉരിയാടിയില്ല. അവസാനമായി മൂത്തപുത്രനായ ദുര്യോധനൻ്റെ ശവശരീരം കണ്ട് ആ അമ്മ അതിനെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിലപിക്കുമ്പോൾ കൃഷ്ണനെ ഇപ്രകാരം ശപിച്ചു കരഞ്ഞുകൊണ്ട്, കൃഷ്ണ, എനിക്ക് 100 പുത്രന്മാരുണ്ടായിരുന്നു, ഒന്നിനെയെങ്കിലും നിനക്ക് കാക്കാമായിരുന്നില്ലേ, നിനക്ക് നോക്കാമായിരുന്നില്ലേ എന്ന് കൃഷ്ണനോട് ചോദിച്ചു. ഇതിനുത്തരമായി മാത്രം സ്വതസിദ്ധമായ ചിരിയോടുകൂടി കൃഷ്ണൻ പറഞ്ഞു, അമ്മേ, ശരിയാണ്, നോക്കാമായിരുന്നു. ആർക്ക് നോക്കാമായിരുന്നു എന്ന തിരിച്ച ഒരു ചോദ്യമാണ് കൃഷ്ണൻ ചോദിച്ചത്. അമ്മയ്ക്ക് നോക്കാമായിരുന്നില്ലേ എന്നതാണ് കൃഷ്ണൻ ചോദിച്ചതിൻ്റെ താല്പര്യം. നോക്കൂ, അമ്മ നോക്കാത്ത ഒരു മക്കളെയും ഒരു ഈശ്വരനും നോക്കാൻ സാധിക്കുകയില്ല. അമ്മയുടെ കരുതൽ ധനവും അമ്മയുടെ കാത്തിരിപ്പും വിലപ്പെട്ട ധനം തന്നെയാണ്. ദുര്യോധനൻ യുദ്ധത്തിനായി പോകുമ്പോൾ അമ്മയെ നമസ്കരിക്കുവാനായി വന്നിരുന്നു. ആ സമയത്ത് ഗാന്ധാരി മാതാവ് പറഞ്ഞത് യഥോ ധർമ്മസ്തതോ ജയ എന്നാണ്. എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയിക്കട്ടെ എന്ന്. പക്ഷെ അമ്മ നോക്കിയിരുന്നില്ല തൻ്റെ മക്കളൊക്കെ ധർമ്മത്തിലൂടെയാണോ സഞ്ചരിച്ചിരുന്നത് എന്നുള്ളത്. അമ്മയുടെ ശ്രദ്ധയും കരുതലുമാണ് മക്കളെ ഉയരത്തിലെത്തിക്കുന്നത്. നമസ്കാരം.